ഹലോ ഗായ്സ്, വെൽക്കം ടു സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൂസിങ് എ പ്രൊഫഷൻ ബൈ മേരി ലാംബ്. മേരി ആൻ ലാംബ് വാസ് ബ്രിട്ടീഷ് പോയറ്റ് ആൻഡ് ആന്തോളജിസ്റ്റ്. ഷീ വാസ് ദി സിസ്റ്റർ ഓഫ് ചാൾസ് ലാംബ്. നമുക്ക് പോമിലേക്ക് പോകാം. എ ക്രിയോൾ ബോയ് ഫ്രം ദ വെസ്റ്റ് ഇൻഡീസ് ബ്രോട്ട്. ക്രിയോൾ ബോയ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഓഫ് മിക്സ്ഡ് യൂറോപ്യൻ ആൻഡ് ബ്ലാക്ക് ഡീസെൻറ്റ്. അപ്പം കുട്ടിയുടെ അച്ഛൻ ചിലപ്പം യൂറോപ്യനും അമ്മ ബ്ലാക്കും ആയിരിക്കും. അവരെയാണ് ക്രിയോൾ ബോയ് എന്ന് പറയുന്നത്. ഫ്രം ദ വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയിലെ കരീബിയൻ റീജിയനൊക്കെയാണ്. ടു ബി ഇൻ യൂറോപ്യൻ ലേണിംഗ് തോട്ട്. യൂറോപ്യൻ ആകാനായിട്ട് യൂറോപ്യൻ ലേണിങ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. സം ഇയേഴ്സ് ബിഫോർ ടു വെസ്റ്റ് മിനിസ്റ്റർ ഹി വെൻറ്റ് ടു എ പ്രിപ്പാരറ്ററി സ്കൂൾ വാസ് സെൻറ്റ്. അവനെ ഫ്യൂച്ചർ കരിയറിന് വേണ്ടിയിട്ട് പ്രിപ്പാരറ്ററി സ്കൂളിലേക്ക് അയച്ചിരുന്നു. വെൻ ഫ്രം ഹിസ് ആർട്ട്ലെസ് സ്റ്റേജ് ദ മിസ്ട്രസ് ഫൗണ്ട്. മിസ്ട്രസ് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് വൈറ്റ് ലേഡിയാണ്. അവനെ പഠിപ്പിക്കുന്ന മിസ്ട്രസ്സാണ്. ദ ചൈൽഡ് ഹാഡ് നോട്ട് വൺ ഫ്രണ്ട് ഓൺ ഇംഗ്ലീഷ് ഗ്രൗണ്ട്. അപ്പം മിസ്ട്രസ് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഒരു ഫ്രണ്ട് പോലും ഇല്ല. ഷീ ഈവൻ ആസ് ഇഫ് ഷീ ഈസ് ഓൺ മദർ വെയർ. അപ്പോൾ ആ കുട്ടീനെ അമ്മയെപ്പോലെ, ആ മിസ്ട്രസ് അമ്മയെപ്പോലെ ആ കുട്ടീനെ നോക്കുകയാണ് ഉണ്ടായത്. മെയ്ഡ് ദ ഡാർക്ക് ഇന്ത്യൻ ഹെർ പർട്ടിക്കുലർ കെയർ. അപ്പോൾ ഒരു ക്രിയോൾ ബോയ് ആയതുകൊണ്ട് തന്നെ അവനൊരു പർട്ടിക്കുലർ കെയർ. അപ്പോൾ ഇവിടെ വൈറ്റ്സിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ബ്ലാക്സിനെ സിവിലൈസ്ഡ് ആക്കുക, ഡെവലപ്ഡ് ആക്കി എടുക്കുക. അവർ സിവിലൈസ്ഡും ഡെവലപ്ഡാണ്. അതേപോലെ ബാക്കിയുള്ള ഈ ക്രിയോൾ ബോയ്സിനെയൊക്കെ അവരുടെ ഫ്യൂച്ചർ കരിയർ എന്ന് വെച്ചാൽ യൂറോപ്യൻ സ്റ്റൈലൊക്കെ ആക്കി മാറ്റുക, യൂറോപ്യൻ കൾച്ചറാക്കി എടുക്കുക എന്നുള്ള വേണ്ടിയിട്ട്. Often on her favourite's future law she thought, to know the bent of his young mind she sought. For much the kind perspectors wished to find, to what profession he was most inclined, that where his genius let they mind him train. അപ്പം മിസ്ട്രസ് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് അവൻ എന്ത് പ്രൊഫഷനാണ് അവന് കൂടുതലും താല്പര്യം, അവൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം. അപ്പം അവരെ പ്രഷറൈസ് ചെയ്യുകയോ അല്ലാതെ ഫോഴ്സ് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം മിസ്ട്രസ് ഇങ്ങനെ നോക്കുകയാണ് ഇവൻ എന്താണ് താല്പര്യം എന്നൊക്കെ. ഫോർ നേച്ചേഴ്സ് കൈൻഡ്ലി ബെൻ ഷീ ഹെൽഡ് നോട്ട് വെയിൻ, ബട്ട് വെയിൻ ഹെർ എഫേർട്സ് ടു എക്സ്പ്ലോർ ഹിസ് വിൽ. ദ ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ ഹി ഇവേഡഡ് സ്റ്റിൽ, till on a day at length he to her came. അപ്പം അവൻ ഈ മിസ്ട്രസിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വന്നു. ഇത്രയും നാളും കണ്ടുപിടിച്ചില്ല. അവൻ തന്നെ നേരിട്ട് പോയി മിസ്ട്രസിൻ്റെ അടുത്ത് പോയി. സ്പാർക്ലിംഗ് ഇൻ ഹിസ് ഐസ്. അപ്പം അവൻ്റെ കണ്ണിങ്ങനെ തിളങ്ങുകയാണ്. ആൻഡ് സെഡ് ദ സെയിം ട്രേഡ് ഹി വുഡ് ബി തോസ് ബോയ്സ് ഓഫ് കളർ വെയർ. പറയുവാണ് ബോയ്സ് ഓഫ് കളർ, ഇവിടെ ബ്ലാക്ക് കളേഴ്സ് ബോയ്സിനെ പോലെ ആകണം. ഹു ഡാൻസ്ഡ് സോ ഹാപ്പി ഇൻ ദ ഓപ്പൺ എയർ. അപ്പം ബോയ്സ് ഓഫ് കളേഴ്സ് ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്, ഡാൻസ് ചെയ്യുകയാണ് ഓപ്പൺ എയറിൽ. അപ്പം അവൻ പറഞ്ഞു അവരെ പോലെ ആകണം. അപ്പം മിസ്ട്രസ് ഒന്ന് നോക്കിയിട്ട് ഈ കുട്ടികളെ കണ്ടു പെട്ടെന്ന് ഷോക്കാകുകയാണ് ചെയ്തത്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇറ്റ് വാസ് എ ട്രൂപ്പ് ഓഫ് ചിമ്നി സ്വീപ്പിംഗ് ബോയ്സ്. ആ ബോയ്സ് ഓഫ് കളർ എന്ന് പറയുന്നത് ആരാണ്? ചിമ്നി സ്വീപ്പിംഗ് ബോയ്സാണ്. അപ്പം ചിമ്നി സ്വീപ്പിംഗ് ബോയ്സ് എന്ന് പറയുമ്പം അവർ ഈ ചിമ്നിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ബോയ്സാണ് ചിമ്നി സ്വീപ്പിംഗ് ബോയ്സ്. അതായത് നമ്മുടെ മറ്റേ കാർട്ടൂൺസിലൊക്കെ നമ്മൾ ഈ ചിമ്നി കാണത്തില്ലേ, ഈ സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഓരോ വീടുകളിൽ വരുന്നത് ചിമ്നി കൂടെയാണ് അല്ലേ, അതാണ് ഈ ചിമ്നി. അപ്പം ഇതേപോലെ പൂവർ, ഓർഫൺ, ബ്ലാക്സിനെയൊക്കെയാണ് ചിമ്നി ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ഓരോ വീടുകളിൽ വിടുന്നത്. അപ്പം അതെന്ന് പറയുമ്പോൾ ഭയങ്കര പാടായിട്ടുള്ള ജോലിയാണ്. ഈ ശ്വാസമുട്ടൽ പോലത്തെ അസുഖങ്ങളൊക്കെ വരും. അപ്പം ഇപ്പോഴാണെങ്കിൽ ആ ജോലി നിർത്തലാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ജോലിയൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ ഇല്ലീഗലാക്കി.
അപ്പം മിസ്ട്രസ് എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെൻറ്റേഷൻ ഓഫ് വൈറ്റ് ആണ് അല്ലേ. വൈറ്റ്സിൻ്റെ എപ്പോഴും വൈറ്റ് മാൻ ബർഡൻ നമ്മൾ പറയത്തില്ലേ, എന്ന് വെച്ചാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് ബ്ലാക്സിനെ നന്നാക്കി എടുക്കുക. അപ്പം with wooden music and obstreperous noise in tarnished finery and grotesque array were dancing in the streets the 1st of May. അപ്പം ആ കുട്ടികൾ ചിമ്മിനി സ്വീപ്പിംഗ് ബോയ്സൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സ്ട്രീറ്റ്സിൽ ഡാൻസ് ചെയ്യുകയാണ്. അതും 1st of May. 1st of May എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഡേ ആണ് അല്ലേ. നമ്മൾ മെയ് ഡേ, ലേബർ ഡേ എന്നൊക്കെ പറയും, തൊഴിലാളി ദിനം. അന്ന് അവർ ഭയങ്കര ഡാൻസ് ചെയ്യാമെന്ന് നമുക്കറിയാം. അന്ന് നമുക്കിവിടെ അവധിയാണല്ലേ. അപ്പം അവർ ആ പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം മിസ്ട്രസ് ഇവനെ ഒരു ഇംഗ്ലീഷ് ബോയ് ആക്കി എടുക്കണം. അങ്ങനെ യൂറോപ്യൻ ലേണിംഗ് തോട്ടൊക്കെ പഠിപ്പിച്ചിട്ടൊന്നും രക്ഷയില്ല. ഇവൻ ആ കുട്ടികളെപ്പോലെ ആകണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.